കൊങ്കൺ പ്രാന്തിൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന കഴിഞ്ഞ 6 വർഷം ഇന്ന് 6ാമത്തെ വർഷത്തിലേക്കാണ്. നമ്മളിന്ന് 26ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. ഇതില് എല്ലാവരെയും നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം ഇന്നലെ നടന്ന നമ്മുടെ തമ്പുരാന് കൊടുത്ത ആവേശപരമായ സ്വാഗതവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഇന്നലത്തെ പ്രോഗ്രാം വളരെ നന്നായി. അതിന് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി. ഇന്നത്തെ പാരായണത്തിൽ 5 പേരാണ്. ചന്ദ്രിക ഗോപിനാഥൻ പൂനെ, രജി കുമാർ ട്രിവാൻഡ്രം, അനിൽകുമാർ നേരത്തെ പേര് തന്നിരുന്നു, പക്ഷേ ചില അസൗകര്യം അജയകുമാറിനെ അറിയിച്ചിരുന്നു. അതിന് പകരം ഗിരിജ നായർ മുളുണ്ടിൽ അവർ വായിക്കുന്നതായിരിക്കും. അടുത്ത് ഗോപാലകൃഷ്ണക്കുറുപ്പ് വൈക്കത്തിൽ നിന്ന്, ശ്യാമള ആർ നായർ മലാഡ്. അതിനുശേഷം തുടർന്ന് ഭജനാവലി. ഇനി അടുത്ത നമുക്ക് പ്രാർത്ഥനയാണ്.
ജ്ഞാനം പ്രകാശിതം തന്മേ ഹൃദന്തേ പ്രകാശദാം സർവദാ സ്വാർത്ഥലോഭാദിഭിർബദ്ധം തു ജന്മമേ വ്യർത്ഥം ന ഭൂയാതി ഇതീഹ മേ പ്രാർത്ഥന. സ്വാമിൻ ശരണമയ്യപ്പ. സ്വാമിൻ ശരണമയ്യപ്പ. സ്വാമിൻ ശരണമയ്യപ്പ. അൺമ്യൂട്ട് ചെയ്താട്ടോ. സദാശിവൻജി അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. നമുക്ക് പാരായണം തുടങ്ങാം. ആദ്യമായി ചന്ദ്രിക ഗോപിനാഥൻ, പൂനെ. എല്ലാവർക്കും സ്വാമി ശരണം. ആദ്യം ധ്യാന ശ്ലോകം ചൊല്ലുകയാണേ. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം സരസ്വത്യേ നമഃ. ആപദാപമഹർത്താരം ദാതാരം സർവസമ്പദാ ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമപത്നി ജനകാത്മജം താം സീതാഭിധാം വിശ്വവിമോഹനാംഗീ വാദാത്മജ സേവിത പാദപദ്മം നമാമി ലക്ഷ്മീം വരദം സദാഹം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപദ്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചതെഴുമാര്യപാദം. ധ്യായേതാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപദ്മാസനസ്ഥം ഈടം വാസോവസാനം നവകമലദള സ്പർദ്ധിനേത്രം പ്രസന്നം. വാമാകാരൂഢ സീതാം മുഖകമലമിള ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദതതമുരുജടാ മണ്ഡലം രാമചന്ദ്രം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ തേ നമഃ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ
നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരീക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. യുദ്ധാരംഭം. അക്കഥ കേട്ടാശുനക്തൻ ജരാധിപൻ ഉൾക്കരുതേറും അകമ്പനൻ തന്നെയും വൻപടയോടും അയച്ചാൻ അതു നേരം. കമ്പമുണ്ടായതുമേദിനിക്കന്നേരം ദുശ്ചവനാരി പ്രവരൻ അകമ്പനൻ പശ്ചിമ ഗോപുരത്തുടെ പുറപ്പെട്ടാൻ. വായുതനയനോടേറ്റവനും നിജ കായം വെടിഞ്ഞു കാലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരമ്പര്യം പെരുത്തു ദശകണ്ഠനും. സഞ്ചരിച്ചാൻ നിജരാക്ഷസ സേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതു നേരം. രാമേശ്വരത്തോടു സേതുവിന്മേലുമാ ആരാമദേശാന്തെ സുവേലാചലോപരി വാനരസേന പരന്നതു കോട്ടയ്ക്കൽ ഉന്നമായ വന്നതും കണ്ടോരനന്തരം. ക്ഷിപ്രപ്രഹസ്തനെ കൊണ്ടുവരികെന്നു കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പിനാൻ. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്കാരുമില്ലായകയോ. ചെല്ലുന്ന രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്തു മാനുഷ വാനരന്മാരെ ഒടുക്കുവാൻ. പോകുന്നതാരെന്നു ചൊൽകെന്നു കേട്ടവൻ പോകുന്നതേനു ഞാനെന്നു കൈകൂപ്പിനാൻ. തന്നെ മന്ത്രികൾ നാലുപേരുള്ളവർ ചെന്നു നാലംഗപ്പടയും വരുത്തിനാർ. നാലൊന്നു ലങ്കയിലുള്ള പടയെല്ലാം ആലംബനമാം പ്രഹസ്തൻ മഹാരഥൻ കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജംബാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ നാൽവരും പിങ്ങിന വൻപടയോടും നടന്നിതു. ദുർനിമിത്തങ്ങൾ ഉണ്ടായതു കണ്ടവൻ തന്നെ അകതാരിലുറച്ചു സന്നദ്ധനായി. പൂർവപുരദ്വാരദേശെ പുറപ്പെട്ടു പാവകപുത്രനോടേറ്റാരനന്തരം. മർക്കടന്മാർ ശിലാവൃക്ഷാജലം കൊണ്ടു യക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാർ. ചക്ര ഖഡ്ഗ പ്രാസ ശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കും ഏറ്റൊക്കെ മരിക്കുന്നു. അസ്ഥിവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംബോജ സംഭവൻ നന്ദനൻ ജാമ്പവാൻ കുംഭാനും വിനെയും ദുർമുഖനെയും കൊന്നു. മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപ്പുരി പുക്കിരുന്നരുളീടിനാൻ. സേനാപതിയും പടയും മരിച്ചത് മാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി. ആരെയും പോരിനയക്കെന്നതിലിനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ. നമ്മോടുകൂടെയുള്ളോർകൾ പോന്നിടുക നമ്മുടെ തേരും വരുത്തുക എന്നാനവൻ. വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരേറിനാൽ. ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴുക്കളും മുത്തുകുടകളും 1000 വാജികൾ കൊണ്ടു പൂട്ടിയ വായുവേഗം പൂണ്ടു തേരിൽ കരയേറി. മേരു ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാം ആഭരണങ്ങളും 10 മുഖവും 20 കൈകളും ഹസ്തങ്ങളിൽ ജാപവാണായുധങ്ങളും. നീലാദ്രി പോലെ നിശാചരനായകൻ കോലാഹലത്തോടു കൂടെ പുറപ്പെട്ടാൻ. ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാനന്നേരം. മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാ ഗോപുരത്തുടെ തെരുതര വിക്രമമേറിയ നക്തഞ്ചരന്മാരെ യൊക്കെ പുരോഭുവി കണ്ടു രഘുവരൻ. മന്ദസ്മിതം ചെയ്തു നേത്രാന്ത സജ്ഞയാം മന്ദം വിഭീഷണൻ തന്നോട് അരുൾ ചെയ്തു. നല്ല വീരന്മാർ വരുന്നതു
കാണടോ ചൊല്ലേണമെന്നോട് ഇവരെ യഥാഗുണം എന്നതു കേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടു മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാർ. ബാണജാപത്തോടു ബാലാട്ടകാന്തി പൂൺ ആനക്കഴുത്തിൽ വരുന്നതകമ്പരൻ സിംഹധ്വജം പൂണ്ടു തേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണജാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താകിയ രാവണൻ നന്ദനൻ നമ്മെ മുന്നം ജയിച്ചാനവൻ. ആയോധനത്തിനു ബാണജാപങ്ങൾ പൂണ്ടായതമായൊരു തേരിൽ കരയേറി കായം വളർന്നു വിഭീഷണം പൂണ്ടതി കായൻ വരുന്നതു രാവണൻ തൻ മകൻ. പൊന്നണിഞ്ഞാൻ കഴുത്തിൽ വരുന്നവൻ ഉന്നതയേറ്റം മഹോദരൻ മന്നവ വാജിമേലേറി പരിഖം തിരിപ്പവൻ ആജി സുരേന്ദ്രൻ വിശാലൻ നരാന്തകൻ വെള്ളരുത്തിൻ മുകളേരി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ ത്രിശിരസല്ലോ രാവണൻ തൻ മകൻ. മറ്റേതിനങ്ങേതും ദേവാന്തകൻ തേരിൽ വന്നതു മന്നവ കുംഭകർണാത്മജൻ കുംഭൻ അങ്ങേതവൻ തമ്പിനി കുംഭൻ പരിഖായുധനല്ലോ ദേവകുലാന്തകനാകിയ രാവണനേവരോടും നമ്മെ വേൽപ്പാൻ പുറപ്പെട്ടു. ഇത്തം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനും അരുൾ ചെയ്തു. യുദ്ധേ ദശമുഖൻ കൊല ചെയ്തുടൻ ചിത്ത കോപം കളഞ്ഞിടുവെന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളുന്നേരൻ വൻപടയോടു ചൊന്നാൽ ദശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാലവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊള്ളുവിൻ നിങ്ങൾ ചെന്നു ലങ്കാപുരം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ തേ നമഃ. ഹരി ഓം. शादी के कितने हैं लिए अपने पास? दो तो उन लोग को दिया भव्या सिया को. ശരി, ഗുഡ്. അടുത്ത ആള് തുടർന്ന് വായിക്കൂ. പേര് വിളിക്കുന്നതല്ലായിരിക്കും. രജികുമാർ ട്രിവാൻഡ്രം. Let me check my Hanuman. പറഞ്ഞിട്ടുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നു. വായിക്കാനോ? അല്ലല്ല, വന്നിട്ടുണ്ടോന്ന് ചോദിച്ചതാ. അല്ല, ഞാൻ വായിക്കണോന്ന് ചോദിച്ചു. തുടർച്ചയായി വായിച്ചോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ. യുദ്ധത്തിനിന്നു ഞാൻ പോരും ഇവരോട് ശക്തിയില്ലായകയും ഇല്ലതിനെന്നുമേ. ഏവം നിയോഗിച്ച നേരം നിശാചരരേവരും ചെന്നു ലങ്കാപുരം മേവിനാർ. വൃന്ദാരകാരാതിരാവണൻ വാനരവൃന്ദത്തെ ഇതു തള്ളിവിട്ടിടിനാൻ. വാനരേന്ദ്രന്മാരഭയം ധരിക്കുന്നു മാനവേന്ദ്രൻ കാൽക്കൽ വീണിരുന്നിടിനാർ. വില്ലും ശരങ്ങളും ആശു കൈക്കൊണ്ടു കൗസല്യാതനും പോരിനും ഒരുമിച്ചാൻ. വമ്പനായുള്ളോരിവനോട് പോരിനു മുമ്പിൽ അടിയൻ അനുഗ്രഹം നൽകണം എന്നു സൗമിത്രിയും ചെന്നിരന്നീടിനാൻ. മന്നവൻ താനും അരുൾ ചെയ്തു തന്നേരം വൃത്രായും പോരിൽ വിത്രസ്തനായി വരും നക്തഞ്ചരനോടേറ്റാലറിയ നീ. മായയുമുണ്ടു നിശാചരർക്കേറ്റവും ന്യായവുമില്ലിവർക്കാരും ഒരിക്കലും. ചന്ദ്രചൂടപ്രിയനാകയും ഉണ്ടവൻ ചന്ദ്രഹാസാഖ്യമാം വാളുമുണ്ടായുധം. എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലണമല്ലോ കലഹത്തിനെന്നെല്ലാം. ശിക്ഷിച്ചരുൾ ചെയ്തച്ചാരം അനന്തരം ലക്ഷ്മണനും തൊഴുതാശു പിൻവാങ്ങിനാൻ. ജാനകി ചോരനെ കണ്ടോരു നേരത്തു വാനരനായകനായ മാരുതി തേർത്തടം തന്നെ കുതിച്ചു വീണിടിനാനാർത്തനായി വന്നു നിശാചരനാഥൻ. ദക്ഷിണഹസ്തവും ഓങ്ങി പറഞ്ഞതും രക്ഷാവരനോടു മാരുതപുത്രനും നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന
നിനക്ക് വന്നെത്തും ആപത്തു കവികുലത്താലടോ നിന്നെ അടിച്ചു കൊൽവാൻ നിൽക്കുന്നതോരെ എന്നൊഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ വിക്രമമേറിയ നിന്നുടെ പുത്രനാ അക്ഷകുമാരനെ കൊന്നു ഞാനെടോ എന്ന് പറഞ്ഞൊടി ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാനിവിടേക്കിന്നു വന്ന കവികളിൽ നല്ലന ലോഭവാൻ നന്മയെന്തായതെനിക്കിന്നു കൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവനില്ലല്ലോ മൃത്യു വന്നീല നിനക്കത് കൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മൾ ഇത്തിരി നേരം ഇന്നും പൊരുതീടണം എന്ന നേരത്തൊന്ന് അടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവി ശ്രേഷ്ഠനും നീലൻ അന്നേരം കുതികൊണ്ടു രാവണൻ മേലെ കരേറി കിരീടങ്ങൾ 10 വില്ലുതന്മേലും കൊടിമരത്തിന്മേലും ഉല്ലാസമോടും അകുടങ്ങൾ 10 ചാടിക്രമേണ നൃത്തം തുടങ്ങിനാൻ പാടിത്തുടങ്ങിനാൻ നാരദനും തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനെ ഇതുടൻ തള്ളിവെട്ടിയിടിനാൻ ദക്ഷനെ കോപിച്ചു ലക്ഷ്മണൻ വേഗേന ലക്ഷ്യോവരനെ ചെറുത്താനതു നേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാതെ ചമഞ്ഞിതോ പോർക്കളം വില്ല് മുറിച്ചു കളഞ്ഞതോ ലക്ഷ്മണനും ഉള്ളൽ മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയൻ കൊടുത്തോരുവേൽ സൗമിത്രി തന്നെ മാറിൽ അമ്മാറു ചാട്ടിയിടിനാൻ അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണിടിനാൻ ആടലായി വീണ കുമാരനെ ചെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ കൈലാസ ശൈലമെടുത്ത ദശാസ്യനു ബാലശരീരമിളക്കരുതാഞ്ഞതു രാഘവൻ തന്നെ ഗൗരവമോർത്തതി രാഘവം പൂണ്ടി രാവണ വീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും വണ്ടി അണഞ്ഞു നടിച്ചാൻ ദശാസനെയും ചോരയും ഛർദിച്ചു തേരിൽ വീണാനവൻ മാരുതി താനും കുമാരനെ ദക്ഷണേ പുഷ്പാസനമെടുത്തുകൊണ്ടാതരാൽ ചിൽ പുരുഷൻ മുമ്പിൽ വെച്ചു വണങ്ങിനാൻ മാറും പിരിഞ്ഞു ദശമഹൻ കയ്യിലമ്മാറുപോക്കുമയദത്തമാം ശക്തിയും ത്രൈലോക്യ നായകനാകിയ രാമനും പൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിനാൻ ഗന്ധവാഹാത്മജൻ വന്നിച്ചു ചൊല്ലിനാൻ പങ്ക്തിമുഖനോട് യുദ്ധത്തിനെന്നുടെ കണ്ഠമേറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുക കുണ്ഠത എന്നിയെ കൊൽക ദശാസ്യനെ മാരുതി ചെന്നതു കേട്ടു രഘുത്തമൻ ആരൂഹ്യതൽ കണ്ഠദേശേ വിളങ്ങിനാൻ ചൊന്നാൻ ദശാനനൻ തന്നോട് രാഘവൻ നിന്നെ അടുത്തു കാൺമാൻ കൊതിച്ചേന്തുലം ഇന്നിതാശുയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോട് കൂടെ വന്നോരെയും ഒന്നു ജഗത്രയം പാലിച്ചു കൊള്ളുക എന്നുടെ മുമ്പിലരക്ഷണം നിൽക്കു നീ എന്ന് അരുൾ ചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൻ ഒന്നിനൊന്നപ്പമനിതാൻ ദശഭക്തനും ഘോരമായി വന്നിതു പോരുമെന്നേരത്തു വാരാം നിധിയും ഇളകി മറിയുന്നു മാരുതി തന്നെ മെയ്തു മുറിച്ചിതു സൂര്യനായോരു നിശാചരനാകെ ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം രക്ഷോവരനുടെ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം ആലസ്യമായതു ബാണമേറ്റന്നേരം പൗലസ്ത്യജാപവും വീണിതു ഭൂതലെ നക്തഞ്ചരാധിപനായ ദശാസ്യനോ ശക്തിക്ഷയം കണ്ടു സത്വരൻ രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരുകിരീടങ്ങളും കളഞ്ഞിടി സാരഥി തന്നെയും കൊന്നു കളഞ്ഞാവരാടതാപയന നിന്നു ദശാസ്യനും രാമനും രാവണൻ തന്നോടരുൾ ചെയ്ത നാമയം ഭാരം നിനക്കൊണ്ടു മാനസേ പോയാലും ഇന്നു ഭയപ്പെടായുമേ നീനിലെങ്കിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരുമ്പെട്ടു കൊണ്ടായോധനത്തിന് നാളെ വരേണം നീ കാകുൽസ്തവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടർന്നു കൊണ്ടെന്ന രാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കി തുലോ വേവതുഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായത് ചിന്തിച്ചു മേവിനാർ കുംഭകർണന്റെ നീതിവാക്യം മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും
വാനര രാജാന്മാർക്കൽമജനെയും രാവണ ബാണവിതാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നുടെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. രാത്രിഞ്ചരേന്ദ്രനും പ്രത്യജനത്തോടു പയർത്തും നിജാർത്തികളോർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും പുരുഷകാരാദിയും നഷ്ടമായി വന്നി തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാവുതാനും അനാരണ്യഭൂതനും വേദപതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകോപരാദിയും ജംഭാരി മുമ്പാം നിലംബവരന്മാരും കുംഭോത്ഭവവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം പൂണ്ടുപാതിവൃത്യ നിഷ്ഠയോടെ മരുവുന്ന സതികളും സത്യമായി ചൊല്ലിയ ചാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തൊന്നു നല്ലു ജയിച്ചു കൊള്ളുവാനഹോ. കാലാരി തുല്യനാവും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നെ ഉണർത്തിയിടുമാറില്ല മുന്നമുറങ്ങിയിട്ടവനും 50 നാളെ കഴിഞ്ഞതുള്ളൂ. നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസ രാജനിയോഗേന ചെന്നവരോ രാക്ഷസരെല്ലാവരും പെട്ടുണർത്തുവാൻ. ആനകതുന്തുവി മുഖ്യവാദ്യങ്ങളും ആനദീർഘാല കുതിരപ്പടകളും കുംഭകർണോരസീം പാഞ്ഞുമാർത്തും ജഗൽക്കമ്പം വരുത്തിനാനെന്തൊരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാൻ കുംഭകർണ ശ്രവണാന്തരെ പിന്നെയും കുംഭിവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂത രോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റ മലറിയും ആനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുമേ. രുംഭാസമാരംഭത്തോ സംഭാരമോടുമുണർന്നിതു സംഭ്രമിച്ചോടിനാര ശരവീരരും. കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോജ്യമന്നവും കുന്നുപോലെ കണ്ട ഇരമ്പം കലർന്നെഴുന്നേറ്റിരുന്നിടിനാൻ. ക്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധോ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പന്തിണ്ടാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവെന്നിങ്ങനെ ചൊല്ലി പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു മറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയി കൊള്ളുക നല്ലത്. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു തുടങ്ങിന. ഗാഠമായ ലിംഗനം ചെയ്തിരുത്തിനാനൂഢമോദം നിജ സോദരൻ തന്നെയും. ചിത്തേ ധരിച്ചിതില്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടും. സോദരി തന്നുടെ നാസാകുചങ്ങളെ ഛേദിച്ചു തിന്നു ജാനകി ദേവിയെ. ശ്രീരാമ ലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസീംനി കൊണ്ടന്നു വെച്ചിടിനേൻ. വാരാതിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരുന്നു വാനരസേനയുമായി വന്നു. കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയുമേതോ മുറിച്ചാൻ ചിതശ്രമം. കൊല്ലാതെ കൊന്നയച്ചാൻ അത് കാരണം അല്ലൽ മുഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനാൻ. മന്നവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണൻ. നന്നെത്രയും നല്ലതേ നല്ലുകേൾ. നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതെല്ലാവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകുമെന്നിങ്ങനെ സോദരൻ ചൊന്നാനിത് കോപിച്ചു നീ. ആട്ടിക്കളഞ്ഞത് നന്നോർത്തുകാൺ. നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമെന്നതും ചൊല്ലാമത് കൊണ്ടതു കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താവത അല്ലൽ വരുത്തുമാപത്തണയുന്ന നാൾ. കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികളും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും നർത്തപുരുഷകാരാദിഭേദങ്ങളും 4 ഉപായങ്ങളും
നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പഥ്യം പറയും ആദിത്യനുണ്ടെങ്കിലോ ഭർത്തൃസൗഖ്യം വരും കീർത്തിയും വർദ്ധിക്കും. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമ. ഇങ്ങനെയുള്ളൊരമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാരതു കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടാത്മാഭിമാനവും ഭാവിച്ചു മൂലവിനാശം വരുമാറു നിത്യവും മൂഢരായുള്ളോ ഓരമാത്യജനങ്ങളിൽ നല്ലത് ആഗോളമെന്നത് ചൊല്ലുവോ ഒരല്ലൽ വിഷമുണ്ടവർക്കെന്നിയില്ലല്ലോ. മൂഢരാം മന്ത്രികൾ ചൊല്ലുകേട്ടിടുകിൽ നാടുമായുസും കുലവും നശിച്ചുപോം. നാഥവേദം കേട്ട് മോഹിച്ചു ചെന്നുയർന്നാദ്യമൊഴുത്തു മരിക്കും മൃഗകുലം. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ അഗ്നരായ അഗ്നിയിൽ വീണു മരിക്കുന്നു. മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽ പെടുന്നു വെളിച്ചം ഗ്രഹിക്കയാൽ. ആഗ്രഹമൊന്നിങ്കലേറിയാലാപത്ത് പോക്കുവാനാവതല്ല ആ വണ്ണം വരും. നമ്മുടെ വംശത്തിനും നല്ല നാടിനും ഉന്മൂലനാശം വരുത്തുവാനായല്ലോ. ജാനകി തന്നിലൊരാശയുണ്ടായതും ഞാനറിഞ്ഞേതു ദുരക്രിഞ്ചരാധിപ ഇന്ദ്രിയങ്ങൾക്ക് വശനായിരിപ്പവനെന്നു ആവത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാനുണമാവത്തുകൾ നല്ലതല്ലെന്നറിഞ്ഞിരിക്കേ ബലാൽ ചെല്ലുമൊന്നിങ്കലൊരുത്തനഭിരുചി പൂർവജന്മാർജിതവാസനയാലതീനാമതിൻവശനായി വരും. എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നുടെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കൽ ആരാനോർത്തമീ. ഒന്നം വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം. ഇപ്പോൾ ഉപഗതമായും നിരീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മനുഷ്യനല്ല രാമൻ പുരുഷോത്തമൻ അനാജഗന്മയൻ നാരായണൻ പരൻ. സ്ഥിതയാകുന്നതോ യോഗമായ ദേവി ഏതീ നീ ധരിച്ചിടു എന്നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നില്ലയോ മന്നവാ. മുന്നമേ എന്തോ ഓരഞ്ഞതും ഞാനൊരു നാൾ വിശാലയാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തു നാരദനെ പരിഘോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ. ഏതൊരു ദിക്കിങ്കൽ നിന്നായതനായി തന്നാദരവോടരുൾ ചെയ്യുക മഹാമുനി.
എന്തൊരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദൻ എന്നോട് സാദരം അനുബന്ധങ്ങളൊക്കവേ രാവണപീഡിതന്മാരായി ചമഞ്ഞൊരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്യ പുത്രൻ ദീപദുഷ്ടൻ ഖലൻ ഞങ്ങളെ എല്ലാം ഉപദ്രവിച്ചിടുന്നതിന്നെങ്ങുമിരിക്കരുതാതെ ചമഞ്ഞിതു മർത്യനാലിനിയേ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ യുദ്ധമുണർത്തിച്ച നേര് മുനീന്ദ്രനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചിടുവാനിത്രിലോകത്തിങ്കൽ സത്യസങ്കൽപ്പനായി തന്നുടെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെ എല്ലാം ഒടുക്കുവാനിനി മംഗളം വന്നുകൂടും ജഗത്തിങ്കൽ എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ ഓമളനിന്ദീവരശ്യാമളൻ മായാ മനുഷ്യവേഷം പൂണ്ടു രാമനെ മനസാവജിക്കണീ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമതാവടോ ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായനി ഭക്തിഹീനന്മാർക്ക് കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവതം മതം ചൊല്ലുവൻ നിന്നുടെ സംഖ്യയെല്ലാം അകലക്കളഞ്ഞിടുവാൻ രാമാവതാര സമമല്ലതൊന്നുമേ രാമജപത്തിനാലേ വരും മോക്ഷവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ മാനുഷകാരനാം രാമനാകുന്നതും താരക ബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കതീ രാമനെ തന്നെ ഭജിച്ച് വിദ്വജ്ജനമായം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടത്തുകൊള്ളുന്നിതു സന്തതം ശുദ്ധതത്വന്മാർ നിരന്തരം രാമനെ ഭുജത്തിങ്കൽ നിത്യവും ധ്യാനിച്ചു ചരിതങ്ങളും ചൊല്ലി നാമങ്ങളും ഉച്ചരിച്ചാത്മനോ കണ്ടു കണ്ടച്യുതനോടു സായുജ്യവും പ്രാപിച്ചു നിസ്സരാനന്ദേലയിക്കുന്നിതന്വഹം മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളാനന്ദമൂർത്തിയെ സോദരനേവം പറഞ്ഞു കേട്ടതി ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സ്വാമി ശരണം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ജ്ഞാനോപദേശം എനിക്ക് ചെയ്യുവാനല്ല, ഞാൻ ഇന്നുണർത്തി വരുത്തിയഥാ സുഖം നിദ്രയെ സേവിച്ചു കൊള്ളുക.
നീ എത്രയും ബുദ്ധിമാൻ എന്നതും ഇന്നറിഞ്ഞേനകം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി, ഖേദമകന്നു ശുഭിച്ചു വാഴുന്ന നാൾ. ആമങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടളവ് ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ. വ്യഗ്രവും കൈവിട്ട് യുദ്ധേരകൂത്തമൻ, നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ. പ്രാകാരവും കടന്നുത്തുംഗശൈല രാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം. 1000 ഭാരം ഇരുമ്പ് കൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പൊക്കോരു നേരത്തു വാനരവീരരെല്ലാവരും ഓടിനാർ. കുംഭകർണൻ തൻ വരവ് കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു ഭീഷ്ണൻ തന്നോടു, വൻപുള്ള രാക്ഷസനേവനിവൻ പരക അമ്പരത്തോളം ഉയരമുണ്ടത്ഭുതം. ഇത്തം രഘൂത്തമൻ ചോദിച്ചളവതിനുത്തരമാശു ഭീഷ്ണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ മമ പൂർവജനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ. ദേവകുലാന്തകൻ നിദ്രാവശനിവൻ, ആവതെല്ലാവർക്കും ഏറ്റാൽ ജയിച്ചിടുവാൻ. തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ചയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാവിഭീഷ്ണൻ ഞാൻ ഭവഭക്തിമാൻ, പ്രീതി പൂണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാവനെന്നു ഞാൻ ആദരപൂർവം ആവോളം അപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടും അടുത്തതു കണ്ടു ഞാൻ. പിതനായി 4 അമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. ഇത്തം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പൂർണ്ണാനനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞിതു, ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ. ജീവിച്ചിരിക്ക പലകാലം ഒഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിനു നീ നിർമ്മലൻ ഭാഗവതോത്തമൻ എത്രയും നാരായണ പ്രിയൻ എത്രയും നീ എന്ന് നാരദൻ തന്നെ പറഞ്ഞതു കേട്ടേനകം. മായാമയമീ പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികെ എന്നതു കേട്ട വിവാദ്യവും ചെയ്തതി ഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമവാർഷ്യം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. ഹസ്തവാദങ്ങളാൽ മർക്കട വീരരെ കൂട്ടനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചെടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്ധരെ. മത്തഹസ്തീന്ദ്രനെ പോലെ കവികളെ 10,100,000 കൊന്നാൻ രക്ഷണാൽ. മർക്കട രാജനാതു കണ്ടു മല കൈക്കൊണ്ടെറിഞ്ഞിതു മാറിൽ തടുത്തവൻ. കുത്തിനാൻ ശൂലമെടുത്തുകൊണ്ട് അതിവിത്രസ്തനായി വീണു മോഹിച്ചു തർക്കജൻ. അപ്പോൾ അവനെയും മൂക്കോടെടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചൊല്ലുന്ന നേരത്ത്, നാരീജന മഹാപ്രാസാദമേറി നിന്നാരൂഢമോദം വനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളപ്പങ്ങളും തൂകിനാർ. ആലസ്യമാശു തീർന്നിടുവാൻ ആദരാൽ മർക്കടരാജനതേറ്റു മോഹം വെടിഞ്ഞുൾക്കടരോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ട് അന്തരീക്ഷേ പാഞ്ഞു പോന്നാനതിദ്രുതം. ക്രോധവുമേറ്റം അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരബാണഗണം പൊഴിച്ചിടിനാൻ. 10,100,000 വാനരന്മാരെയും പത്രത്തിലാക്കി അടയ്ക്കും അവനുടൻ. കർണാനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ. രക്ഷോവരനും അന്നേരം നിരൂപിച്ചു, ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം. രാഘവൻ തന്നോടെടുത്താനതു കണ്ടു വേഗേന ബാണം പൊടിച്ചിരക്കൂത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേകാശു കണ്ഠിക്കയാൽ. യുദ്ധാങ്കണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരും ഒട്ടുമരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമേതു ഖണ്ഡിച്ചാനതു വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്തോടറിയടുത്തതു നക്തഞ്ചരാധിപൻ. പിന്നെയും അന്നേരം അർത്ഥചന്ദ്രാകാരമായ 2 അമ്പ് കൊണ്ട് ഉത്തംഗവാദങ്ങളും മുറിച്ചിടിനാൻ. വക്രവും ഏറ്റം പുലർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചെടുക്കും നേരം പത്രികൾ വായിൽ നിറച്ചു രഘൂത്തമൻ വൃത്രാരി ദേവതമായി വിളങ്ങിടിനോരസ്ത്രമേതും ഉത്തമാംഗത്തെയും ഖണ്ഡിച്ചു. മിത്രാരിദാനം തെളിഞ്ഞാനതു നേരം ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞബ്ദിയിൽ വീണിതു ദേഹവും അന്നേരം. ഹരേ രാമ രാമ രാമ
രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണ ഖനനം വേദത്തി രാമായണം കല്യാണ രൂപതവ നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ ബാലത കൊണ്ടിതാനും എല്ലാം പുറത്തു മമ സങ്കടമാശു തീർപ്പാൻ ഇല്ലാദ്രിനാഥ കരുണാകര രാമചന്ദ്ര മംഗളം സഹസ്രാക്ഷേ സർവദേവ നമസ്കൃതേ വ്രതനാശേ സമഭവത് പത്തേ ഭവതു മംഗളം എത്ര എത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തകം മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാമരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീമഹീശ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ ശ്രീരാമചന്ദ്രായേതി സമർപ്പയാമി സർവം ശ്രീനാരായണായേതി സമർപ്പയാമി ഓം ശാന്തി 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 ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ. അൺമ്യൂട്ട് ചെയ്തല്ലോ. അങ്ങനെ 26-ാമത്തെ ദിവസത്തെ പാരായണം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ അടുത്ത ഭജനാവലിയാണ്. അതിനു മുമ്പായി നമ്മുടെ ഈ പ്രോഗ്രാം ഇതുപോലെ നല്ല വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ വളരെ കൂടുതൽ ആൾക്കാരുടെ പ്രയത്നം, എഫേർട്സ് ഉണ്ട്. അതിൽ ചിലരെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ഒന്നാമത് ഇതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ അഡ്വൈസർ ശ്രീ ഗിരീഷ് നായർജി. അദ്ദേഹം നാഷണൽ ജോയിന്റ് ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ സാസ് കൊങ്കൺ പ്രാന്തിൻ്റെ ചില ഭാരവാഹികളും ചില പ്രമുഖരും ഉണ്ട്. അവരെയും കൂടി ഞാനൊന്ന് അനുസ്മരിക്കുന്നു. ഡോക്ടർ സുരേഷ് നായർജി, പ്രസിഡന്റ് സാസ് കൊങ്കൺ. അതുപോലെ അഡ്വക്കേറ്റ് കുമാർ വൈദ്യനാഥൻജി, അദ്ദേഹം ജനറൽ സെക്രട്ടറിയാണ്. അടുത്തത് ഇതിൻ്റെ IT സപ്പോർട്ട് തരുന്നത് ശ്രീ സുന്ദർലിംഗൻജി നാടാർ, അദ്ദേഹം സെക്രട്ടറി PR, അതുപോലെ IT സപ്പോർട്ട്. പിന്നെ ഇതിൻ്റെ ഫുൾ കോർഡിനേറ്റർ, ചീഫ് കോർഡിനേറ്റർ ശ്രീ അജയ്കുമാർ പണിക്കർജി, വസൈ യൂണിറ്റിൻ്റെ അദ്ദേഹം പ്രസിഡന്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഓരോ ദിവസവും ഈ ആരതി കാണിച്ചു തരുന്ന നമ്മുടെ ആചാര്യൻ ശ്രീ രാജശേഖരൻ നായർജി, അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ബ്രാൻഡിങ് സപ്പോർട്ട് ഒരു കൊച്ചു കുട്ടിയാണ്, അവൾ മിസ് ശ്രേയ നായർ, ആ കുട്ടിക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഭജനാവലിയിലേക്ക് കടക്കാം. ഇന്ന് ആദ്യം ഇടപ്പള്ളി ഗണപതിയുടെ ഒരു കീർത്തനവുമായിട്ട് ശ്രീമതി മഞ്ജുഷ വിശ്വനാഥൻ വരുന്നു. ഹരിയോ ഹരേ രാമ സ്വാമി ശരണം. ഇടപ്പള്ളി ഗണപതി കൈവണങ്ങുന്നേ മനസ്സിൽ ഇടപ്പള്ളി നിവേദ്യങ്ങൾ കാഴ്ച നൽകുന്നു. എഴുന്നള്ളിയൊക്കെയും
സ്വീകരിക്കണേ ഒരു തുള്ളി കനിവാളെ ഉണർന്നീനി കാക്കേണമേ കാക്കേണമേ. ജന്മമെന്നും മത്സരത്തിൻ വേദിയാകെ ഞാൻ ജയിക്കാൻ എൻ്റെ ബുദ്ധിയെ സിദ്ധിനാഥ നീ നയിക്കണേ. ജന്മമെന്നും മത്സരത്തിൻ വേദിയാകെ ഞാൻ ജയിക്കാൻ എൻ്റെ ബുദ്ധിയെ സിദ്ധിനാഥ നീ നയിക്കണേ. നിന്റെ സോദരനായ സുബ്രഹ്മണ്യനൊപ്പം പന്തയത്തിൽ നീ ജയിച്ചു കരസ്ഥമാക്കിയ പഴം നൽകണേ അറിവിൻ പഴം നൽകണേ. ഇടപ്പള്ളി ഗണപതി കൈവണങ്ങുന്നേ എൻ മനസ്സിൽ ഇടപ്പള്ളി നിവേദ്യങ്ങൾ കാഴ്ച നൽകുന്നു. ഒക്കെയും സ്വീകരിക്കണേ ഒരു തുള്ളി കനിവാലി ഉണർന്നേ കാക്കേണമേ കാക്കേണമേ. തന്നുടെ പാശമെന്നുടെ വാണിമേൽ ബന്ധിച്ചിടാതെ ആനമുഖനെ അങ്ങു രക്ഷകനായി നിൽക്കേണേ. മായ തന്നുടെ പാശമെന്നുടെ വാണിമേൽ ബന്ധിച്ചിടാതെ ആനമുഖനെ അങ്ങു രക്ഷകനായി നിൽക്കേണേ. മൂഷികത്വം പൂണ്ടമേനിയിൽ ഗണപതിത്വം കയറിടേണേ. ഊഴിയല്ലേഴുകര ഞാൻ കണ്ടു നിറയേണേ. ദേവാ വന്നു കനിയേണേ. ഇടപ്പള്ളി ഗണപതി കൈവണങ്ങുന്നേ എൻ മനസ്സിൽ ഇടപ്പള്ളി നിവേദ്യങ്ങൾ കാഴ്ച നൽകുന്നു. ഒക്കെയും സ്വീകരിക്കണേ ഒരു തുള്ളി കനിവാലെ ഉണർന്നേനി കാക്കേണമേ കാക്കേണമേ. ശരണം. അടുത്തതായി വൈക്കത്തപ്പന്റെ ഒരു കീർത്തനം നമുക്ക് കേൾക്കാം. ശ്രീമതി ബിന്ദു വി നായരിൽ നിന്നും. ബിന്ദുജി. സ്വാമിയെ ശരണയ്യപ്പ. വൈക്കത്തു വാഴുന്ന വിശ്വനാഥ, പക്ഷത്തിൽ നാഗമണിഞ്ഞ ദേവാ, തൃക്കരം തന്നിലി മുപ്പാരുമേന്തുന്ന തൃക്കടവൂരപ്പ കൈ തൊഴുന്നേൻ. വൈക്കത്തു വാഴുന്ന വിശ്വനാഥ, പക്ഷത്തിൽ നാഗമണിഞ്ഞ ദേവാ, തൃക്കരം തന്നിലി മുപ്പാരുമേന്തുന്ന തൃക്കടവൂരപ്പ കൈ തൊഴുന്നേൻ. ശംഭോ മഹാദേവ ശങ്കര ശ്രീകണ്ഠ, ചന്ദ്രചൂഡഭജേ പാലയമാം. ശംഭോ മഹാദേവ ശങ്കര ശ്രീകണ്ഠ, ചന്ദ്രചൂഡഭജേ പാലയമാം. നിത്യവും നിന്നാമ മന്ത്രജപങ്ങളാൽ ഹൃത്തടം ശുദ്ധീകരിച്ചു ഞങ്ങൾ. നിത്യവും നിന്നാമ മന്ത്രജപങ്ങളാൽ ഹൃത്തടം ശുദ്ധീകരിച്ചു ഞങ്ങൾ. തൃപ്പാദ പങ്കജം പഞ്ചാക്ഷരികളായി എത്തും മലരിനാൽ പൂജ ചെയ്തു. തൃപ്പാദ പങ്കജം പഞ്ചാക്ഷരികളായി
എത്തും മലരിനാൽ പൂജ ചെയ്തു. ശംഭോ മഹാദേവ ശങ്കര ശ്രീകണ്ഠ ചന്ദ്രചൂഡം ഭജേ പാലയമാ. ശംഭോ മഹാദേവ ശങ്കര ശ്രീകണ്ഠ ചന്ദ്രചൂഡം ഭജേ പാലയമാം. മാലിന്യമില്ലാത്ത മാനവ മാനസം വാഴുന്ന ശങ്കര കൈതൊഴുന്നേൻ. മാലിന്യമില്ലാത്ത മാനവ മാനസം വാഴുന്ന ശങ്കര കൈതൊഴുന്നേൻ. മാനിനിയാം മനോമോഹിനി പാർവതി മേവുന്ന വാമോരും കുമ്പിടുന്നു. മാനിനിയാം മനോമോഹിനി പാർവതി മേവുന്ന വാമോരും കുമ്പിടുന്നു. ശംഭോ മഹാദേവ ശങ്കര ശ്രീകണ്ഠ ചന്ദ്രചൂഡം ഭജേ പാലയമാ. ശംഭോ മഹാദേവ ശങ്കര ശ്രീകണ്ഠ ചന്ദ്രചൂഡം ഭജേ പാലയമാ. വൈക്കത്തു വാഴുന്ന വിശ്വനാഥ ഭക്ഷസിൽ നാഗമണിഞ്ഞ ദേവാ. തൃക്കരം തന്നിലി മുപ്പാരുമേന്തുന്ന തൃക്കടവൂരപ്പ കൈതൊഴുന്നേൻ. വൈക്കത്തു വാഴുന്ന വിശ്വനാഥ പക്ഷസിൽ നാഗമണിഞ്ഞ ദേവാ. തൃക്കരം തന്നിലി മുപ്പാരുമേന്തുന്ന തൃക്കടവൂരപ്പ കൈതൊഴുന്നേൻ. സ്വാമി ശരണം. സ്വാമി ശരണം. അടുത്തതായി ആറ്റുകാലമ്മയുടെ ഒരു കീർത്തനവുമായിട്ട് വരുന്നു ശ്രീമതി ചന്ദ്ര ആചാരി. ശ്രീമതി ചന്ദ്ര ആചാരി ഈസ് അവർ സ്റ്റേറ്റ് സെക്രട്ടറി ആൾസോ. അടിതൊട്ട് മുടിയോളം തിരുമീ തൊഴുന്നേ. ആറ്റുകാലം മദൻ ശ്രീരൂപം തൊഴുന്നേ. അടിതൊട്ട് മുടിയോളം തിരുമീ തൊഴുന്നേ. ആറ്റുകാലം മദൻ ശ്രീരൂപം തൊഴുന്നേ. സിലമ്പ് കൊള്ളും പാദപൂജങ്ങളും ചെമ്പട്ടുകൂടവയും തൊഴുന്നേ. ദേവി വേദാളി കണ്ടത്തിലിരുന്നു. അടിതൊട്ട് മുടിയോളം തിരുമൈ തൊഴുന്നേ. ആറ്റുകാലം മദൻ ശ്രീരൂപം തൊഴുന്നേ. നാലു കൈകൾ തൊഴുന്നു സൂരതങ്ക പരിചയന്നും. പരിസോട് ഞാനെങ്ങു തൊഴുന്നേ. നാലു കൈകൾ തൊഴുന്നു സൂരതങ്ക പരിചയന്നും. പരിച്ചോട് ഞാനെങ്ങു തൊഴുന്നു. പൊണ്ടാലി തിളക്കമും പൂമല ചേലും. പൊണ്ടാലി തിളക്കമും പൂമല ചേലും നിൻ പൂങ്കഴുത്തിൽ ഞാൻ കണ്ടു. അടിതൊട്ട് മുടിയോളം തിരുമൈ തൊഴുന്നേൻ. ആറ്റുകാലം മദൻ ശ്രീരൂപം തൊഴുന്നേൻ. താരങ്ങൾ തിളങ്ങും നാസികയും കർമ്മങ്ങളും താമര വീട്ടികളും തൊഴുന്നു. താരങ്ങൾ തിളങ്ങും നാസികയും കർമ്മങ്ങളും താമര വീട്ടികളും തൊഴുന്നു. വിശ്വമോഹിതമാം മന്ദസ്മിതം പൊടിക്കും. വിശ്വമോഹിതമാം മന്ദസ്മിതം പൊടിക്കും വദനമും മകുടമും ഞാൻ തൊഴുന്നു. അടിതൊട്ട് മുടിയോളം തിരുമൈ തൊഴുന്നു. ആറ്റുകാലം മദൻ ശ്രീരൂപം തൊഴുന്നു. അടിതൊട്ട് മുടിയോളം തിരുമൈ തൊഴുന്നേ. ആറ്റുകാലം മദൻ ശ്രീരൂപം തൊഴുന്നേ. ശ്രീരാം. അടുത്തതായി ദേവസേനാപതി, അതായത് നമ്മുടെ മുരുകൻ, ഒരു കീർത്തനവുമായിട്ട് വരുന്നു.
ശ്രീ എൽ.എൻ. വേണുഗോപാൽ, ദിണ്ടോഷി ഡിസ്ട്രിക്ട്. ശ്രീ എൽ.എൻ. വേണുഗോപാൽ. ശരണമയ്യപ്പ. ഹര ഹരോ 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 ഹര ഹരോ. മണ്ണിൽ തെളിവോ മണിവിളക്കായി മുരുകൻ മലയിലെ ദൈവം. മുന്നിൽ തെളിവോ മിഴിവിളക്കായി മുരുകൻ മലയിലെ ദൈവം. മുരുകൻ മലയിലെ ദൈവം. മുരുകൻ മലയിലെ ദൈവം. മുരുകൻ മലയിലെ ദൈവം. ഹര ഹരോ ഹര ഹരോ ഹര ഹരോ ഹര ഹരോ. മുകളിലെ നീലാകാശം മുകരും മലയിലെ ദൈവം. മുകളിലെ നീലാകാശം മുകരും മലയിലെ ദൈവം. മനസ്സിലെ ദൈവം മണ്ണിൻ്റെ ദൈവം. മനസ്സിലെ ദൈവം മണ്ണിൻ്റെ ദൈവം. മഹനീയ ഗുരുദൈവം. മഹനീയ ഗുരുദൈവം. ഹര ഹരോ ഹര ഹരോ ഹര ഹരോ ഹര ഹരോ. സ്വാമി ശരണം ഭഗവാൻ ശരണം. സ്വാമി ശരണം ഭഗവതി ശരണം. മുരുകൻ മലയിലെ ദൈവം. പുഷ്പാർച്ചനയിൽ തിളങ്ങി ഭസ്മാർച്ചനയിൽ വിളങ്ങി. പുഷ്പാർച്ചനയിൽ തിളങ്ങി ഭസ്മാർച്ചനയിൽ വിളങ്ങി. കളഭാർച്ചനയിൽ മിനുങ്ങി കണ്ട കലികാല ദൈവം. കണ്ട കലികാല ദൈവം. കരുണാദ്രനൻ ഗുരുദൈവം. കരുണാദ്രനൻ ഗുരുദൈവം. വരദാന പ്രഭുവായ ദൈവം. വരദാന പ്രഭുവായ ദൈവം. ഹര ഹരോ ഹര ഹരോ ഹര ഹരോ ഹര ഹരോ. മുന്നിൽ തെളിവോ മണിവിളക്കായി മുരുകൻ മലയിലെ ദൈവം. മണ്ണിൽ തെളിവോ മിഴിവിളക്കായി മുരുകൻ മലയിലെ ദൈവം. 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 വെച്ചിവേൽ മുരുകർക്ക് ഹരഹരോ ഹരഹര. സ്വാമിയേ ശരണമയ്യപ്പോ. അടുത്തതായി മഹാവീരനെ കുറിച്ച് ശ്രീമതി വത്സല പണിക്കർ ഒരു കീർത്തനവുമായിട്ട് വരുന്നു. മഹാവീർ. വായുവിൽ ജാതനായ വാനര വീരനെന്റെ മാനസം തന്നിലെന്നു വാ. ശ്രീരാമസ്വാമിയുടെ ദൂതനായി നിന്ന ദേവ ആമയം തീർത്തിടുവാൻ വാ. സീതാമണവാളന്റെ വാക്കുകൾ കേട്ടു വേഗം മോദമായി പോയ വീര വാ. വായുവിൽ ജാതനായ വാനര വീരനെന്റെ മാനസം തന്നിലെന്നു വാ. മോദമായി പോയ വീര വാ. ലങ്കയിൽ നിന്നു വേഗം
കിങ്കരന്മാരെ കൊന്നു മങ്കയെ വീണ്ട ദേവ വാ വാ വാ. വായുവിൽ ജാതനായ വാനര വീരനെന്റെ മാനസം തന്നിലെന്നു വാ വാ വാ. തൃക്കവിയൂരിൽ വാഴും ഭക്തവത്സല ദേവ തൃപ്പാദം വണങ്ങുന്നേൻ വാ വാ വാ. തൃക്കവിയൂരിൽ വാഴും ഭക്തവത്സല ദേവ തൃപ്പാദം വണങ്ങുന്നേൻ വാ വാ വാ. വായുവിൽ ജാതനായ വാനര വീരനെന്റെ മാനസം തന്നിലെന്നു വാ വാ വാ. ശ്രീരാമസ്വാമിയുടെ ദൂതനായി നിന്ന ദേവ ആമയം തീർത്തിടുവാൻ വാ വാ വാ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. അടുത്തതായിട്ട് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ഒരു കീർത്തനമായിട്ട് വരുന്നു ശ്രീ ബാലചന്ദ്രൻ ജി. ശ്രീ ബാലചന്ദ്രൻ, നമസ്തേ. രാമ 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 ജയ രാമ രഘുരാമ രാമ 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 ശ്രീരാമ രാമ 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 ജയ രാമ രഘുരാമ രാമ 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 ശ്രീരാമ. സീതാപദേ രാഘവ ഹരേ സീതാപദേ രാഘവ ഹരേ. സാകേതനായക ശോക വിനാശന സാകേതനായക ശോക വിനാശന സീതാപദേ രാഘവ ഹരേ സീതാപദേ രാഘവ ഹരേ. രാമ 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 ജയ രാമ രഘുരാമ രാമ 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 ജയ ശ്രീരാമ. പുത്ര കാമേഷ്ടിയോദയ സൂര്യവംശജാതനായി ശ്രീരാമനാമമായി പുത്ര കാമേഷ്ടിയോ ദേവയോഗമോ സൂര്യവംശജാതനായി ശ്രീരാമനാമമായി സാധുജന പാലക മാമുനി ജനസേവിത സാധുജന പാലക മാമുനി ജനസേവിത പരമേശ്വര രാമ പാഹി പാഹി മാം സാധുജന പാലക മാമുനി ജനസേവിത പരമേശ്വര രാമ പാഹി പാഹി മാം. രാമ 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 ജയ രാമ രഘുരാമ രാമ 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 ജയ രാമ ശ്രീരാമ. രാമ 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 ജയ രാമ രഘുരാമ രാമ 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 ജയ രാമ ശ്രീരാമ. കല്ലാമകല്യയ്ക്കും ഉല്ലാസമേകിയോ കാരുണ്യവാരിതേ കാമാരി പൂജിത കല്ലാമകല്യയ്ക്കും ഉല്ലാസമേകിയോ കാരുണ്യവാരിതേ കാമാരി പൂജിത മാരീജനാശന മാരുത സുത സേവിത മാരീജനാശന മാരുത സുത സേവിത പരമേശ്വര രാമ പാഹി പാഹി മാം മാരീജനാശന മാരുത സുത സേവിത പരമേശ്വര രാമ പാഹി പാഹി മാം. രാമ 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 ജയ രാമ രഘുരാമ രാമ 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 ജയ രാമ ശ്രീരാമ. രാമ 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 ജയ രാമ രഘുരാമ രാമ 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 ജയ രാമ ശ്രീരാമ. രാമ 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 ജയ രാമ രഘുരാമ രാമ 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 ജയ രാമ ശ്രീരാമ. രാമ 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 ജയ രാമ ശ്രീരാമ. രാമ 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 ജയ രാമ ശ്രീരാമ. ശ്രീരാം രാം. അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് ഇന്നത്തെ 26-ാം ദിവസത്തെ വായനയും ഭജനയും ഇവിടെ പര്യവസാനിച്ചിരിക്കുന്നു. അടുത്ത നമ്മുടെ
നമ്മുടെ ആചാര്യൻ രാജശേഖരൻജി നമ്മളെ ആരതി കാണിക്കും. എല്ലാവരും ആരതി കണ്ടു തൊഴുക. ശ്രീ രാജശേഖർജി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ കർപ്പൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുജഗേന്ദ്രഹാരം സദാ വസന്തം ഹൃദയാരവിന്ദേ. ആരതി കാണിക്കുന്നുണ്ട്. എല്ലാവരും ആരതി. ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നാളെ എല്ലാവരും 8 മണിക്ക് നമുക്ക് ഒത്തുകൂടി വരാം. ശരണം. രാത്രി എല്ലാവർക്കും